വെൽക്കം ടു ടേസ്റ്റി ജോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൂട് സ്പെഷ്യൽ ഓറഞ്ച് ജാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, വാച്ച് വീഡിയോ. ഞാൻ ഇന്നിവിടെ ഓറഞ്ച് ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. പെട്ടെന്ന് തയ്യാറാക്കാം. 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ വേണ്ടൂ. അതും നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാം. വളരെ സിമ്പിളാണ്, അതുപോലെ വളരെ ടേസ്റ്റിയാണ്. പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ജാമിൽ ഒരുപാട് കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ജാമാണ്. ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഇവിടെ 4 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ 1 കപ്പ് ഷുഗർ, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. 3 ഐറ്റംസാണ് വേണ്ടൂ. ഇനി നമുക്ക് ഓറഞ്ച് എടുത്ത് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഒരു 1 ടേബിൾ സ്പൂൺ ഇതിൻ്റെ പീലൊന്ന് കളക്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് കുരുവൊക്കെ കളഞ്ഞ് വെച്ച ഓറഞ്ചാണ്. തൊലി കളഞ്ഞ് കുരു കളഞ്ഞ് വെച്ചതാണ്. ഇനി ഇതൊരു മിക്സറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് വെള്ളം ഒഴിക്കാതെ നല്ല ഫൈനായിട്ട് ഇതൊന്ന് ജ്യൂസാക്കി എടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ജ്യൂസ് ആക്കിയതിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് ഒരു കടായി വെച്ച് അതിലേക്ക് നമുക്ക് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഹോട്ടാകുന്ന ടൈമിൽ നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച് നമുക്ക് അതിൻ്റെ പീല് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്യാം. മിക്സിങ് നല്ലപോലെ ആയിരിക്കണം, സ്റ്റോപ്പ് ചെയ്യാതെ മിക്സ് ചെയ്യണം. ഇനി ബോയിലാകുന്ന ടൈമിൽ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് ഷുഗറും കൂടി ആഡ് ചെയ്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യാതെ മിക്സ് ചെയ്യണം. ഇത് നല്ലപോലെ തിക്കായി വരുന്ന ടൈം വരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഏകദേശം ഇവിടെ ഇപ്പോൾ ഒന്ന് ആയി വരുന്നുണ്ട്. നമുക്കൊന്നുകൂടി നല്ലപോലെ ഒരു 5 മിനിറ്റ്സും കൂടി മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഒരു മിക്സിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു പ്ലേറ്റിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നല്ലപോലെ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്ന ടൈമിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് കൂളാവാൻ വെക്കാം. അതിന് മുന്നേ നമുക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 10 മിനിറ്റ് ഇത് കൂളായതിന് ശേഷം മാത്രമേ ജാമിൻ്റെ ആ ഒരു ടൈപ്പിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊരു 10 മിനിറ്റ് കൂളാവാൻ വെക്കാം. ഞാൻ കൂളായതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ലൈസ് ബ്രെഡ് എടുത്ത് അതിലേക്ക് ഈ ജാമൊന്ന് സ്പ്രെഡ് ചെയ്ത് നോക്കാം. സ്പ്രെഡ് ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാത്തൊരു ജാമാണ്. അതുപോലെ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നല്ല ടേസ്റ്റാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.